ഇന്ന് ഞാനൊരു പട്ടിക്കുട്ടിയെ മേടിച്ചു. അച്ഛന്റെ മോള് വാവോ. എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ ഡോഗ് സ്റ്റോറി. എന്റേത് ഒരു ലോൺലി ലൈഫാണ്. കൂടെ ആരുമില്ല, എപ്പോഴും ഒറ്റയ്ക്ക്. எனக்கு யாரும் இல்ல பாட்டி. யாருமே இல்லை. எப்படி வந்தோம்? கார்ல வந்தோம். കുറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല, വെറും അപ്പി, അവഗണനയും പുച്ഛവും മാത്രം. കൂട്ടുകാരനാന്ന് പറഞ്ഞ എന്റെ മുറ്റത്തേക്ക് വന്നേക്കില്ല. എടാ നീയൊക്കെ ഒരു കൂട്ടുകാരനാണോടാ? നിന്നെ എനിക്ക് ഇഷ്ടമല്ലടാ മാകൃത്തല. നീ എന്താണ് ക്യാമറ ഷൂട്ട് ചെയ്യുന്നത്? എനിക്ക് ആരുമില്ലടാ. ഞാനുണ്ടാ നിനക്ക്. ഞാൻ പലപ്പോഴും മാനസികമായ സംഘർഷങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഇല്ലാത്ത ബ്രെയിനിൽ ഒരു ഐഡിയ വന്നു. എൻ്റെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണറിനെ കൊണ്ടുവരാമെന്ന്. അമ്മേ, ഈ വീട്ടിലോട്ട് പുതിയ ഒരാൾ വരുന്നതിനെ കുറിച്ച് അമ്മയ്ക്ക് എന്നാ അഭിപ്രായം? വീട്ടുകാർ വരെ എനിക്ക് പട്ടി വരെയാണ് തരുന്നത്. പട്ടി. യെസ്, ഞാൻ ഇന്നൊരു പട്ടിക്കുട്ടിയെ മേടിക്കാൻ പോവാണ്. പക്ഷെ എനിക്ക് വേണ്ടത് ഒരു നോർമൽ ഡോഗ് ഒന്നുമല്ല. എനിക്ക് വേണ്ടത് ഒരു ക്യൂട്ട് ലുക്കിംഗ്, നല്ല ഹൈറ്റ് ഉള്ള, ആര് കണ്ടാലും ഒന്ന് പേടിക്കണം. അങ്ങനെ ഇപ്പൊ ഏത് പട്ടി? ഒരെണ്ണ ഉണ്ട് മോനെ, മസ്കുലർ ഷാർപ്പ് ലുക്കിംഗ് ടെറർ ഫേസ്, ചിപ്പിപ്പാറ. ഈ ഒരെണ്ണ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരുത്തനും ചൊറിയാൻ വരത്തില്ല. വെരി ഡേഞ്ചറസ്. അത് കാരണം ദൈവം എനിക്ക് ഒരാളെ കൊണ്ട് തന്നടാ. എടാ 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 മാക്രി, ഇങ്ങോട്ട് വേണം. ഇനി എങ്ങോട്ടേ പോണേ? ദൈവം തന്ന ആൾക്ക് എത്ര രൂപയാന്ന് പറഞ്ഞു? 12,000 രൂപ. അതെ, GST ഒക്കെ ഉള്ളോണ്ടേ. പക്ഷെ ഇത് എവിടെ കിട്ടും? തമിഴ്നാട്ടിൽ കിട്ടും. ലെറ്റ്സ് ഗോ. എവിടെയാ പോന്നെ? എവിടെയാ പോന്നെ? ഇങ്ങോട്ടാ. തമിഴ്നാട്. 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 അവിടെ എന്നാ തമ്പി? എടാ അവിടെ ഒരാളെ കൊണ്ടുവരാൻ പോവാ. ആരെ? ആരെ? ഞാൻ ഇത്ര നാള് ജീവിതത്തിൽ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് ഒരാൾ കൂട്ടു വേണം. അതുകൊണ്ട് അന്ന് തന്നെ ഈ മേൽ പറഞ്ഞ ഒരു പ്രയോജനം ഇല്ലാത്ത കൂട്ടുകാരെ കൊണ്ട് ഞാൻ നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടു. പോകുന്ന വഴി ഫുൾ എന്റെ മൈൻഡില് മുത്തുച്ചിപ്പിയായിരുന്നു, ചിപ്പിപ്പാറയായിരുന്നു. എന്റെ അമ്മേ, അങ്ങനെ ആലോചിച്ച് ഫൈനലി ഞങ്ങൾ ഫിൽറ്റർ കോഫിയുടെയും തൈര് സാധനത്തിന്റെയും നാട്ടിലെത്തി. അന്ന് രാത്രിയിൽ ഒരു വീടിന്റെ മൊട്ടമാടിയിൽ കിടന്നുറങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ എഴുന്നേറ്റു. ഇന്നാണ് ദ റിയൽ മിഷൻ. അതിന്റെ ഒരു സീരിയസ്നെസ്സും ഈ കിടക്കുന്നവന്മാർക്കില്ല. എന്തിനാ വന്നേന്ന് വല്ല ഓർമ്മയുണ്ടോ? ബ്ലഡി ഫുൾസ്. എല്ലാത്തിനും രാവിലെ തന്നെ ഞാൻ കുത്തിപ്പൊക്കി. പക്ഷെ പട്ടിക്കുട്ടി എവിടെ? വണ്ടിയല്ല, പട്ടി എവിടെടാ? വണ്ടി എവിടെയാണ്? വണ്ടിയല്ല, പട്ടി എവിടെ വന്നു? ഏത് പട്ടിയാ ഏട്ടാ? നമ്മൾ എന്തിനാ ഏട്ടാ വന്നേ? 12,000 വേണ്ടി തന്നാലേ? കുളിക്കാൻ 12,000 വേണ്ടി തന്നാലേ? 12,000 എണ്ണി സുണ്ണ തന്നാനേ. സുണ്ണീന കെട്ട വാർത്തന്നെ. തമിഴ് தெரியாத உனக்கு? ഫസ്റ്റ് നീ പോയി തമിഴ് കത്തിക്കിട്ട് വാ, അപ്പുറം നീ വന്ന് കത്തിക്കോ കെടുത്തോന്നൊക്കെ ഞാൻ തീരുമാനിക്കണം. പട്ടി വിടറാ നീ. പപ്പിയെ തരാന്ന് പറഞ്ഞ ആളെ ഞാൻ രാവിലെ തന്നെ വിളിച്ചു. അണ്ണേ നായക്കുട്ടി എങ്ക അണ്ണേ? സുഹൃത്തുക്കളെ, ഞാനിവിടെ തമിഴ്നാട് വന്നിട്ട് ഒരു പപ്പിയെ മേടിക്കാൻ വന്നതാണ്. പക്ഷെ എനിക്ക് തരുന്നില്ല, എന്നെ പറ്റിക്കുകയാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു റീസൺ ഉണ്ട്. യെസ്, 70 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പപ്പി അവൈലബിൾ ആണെന്ന് എനിക്കൊരു ലീക്ക് ഇൻഫർമേഷൻ കിട്ടി. ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് പോയി. ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും എന്റെ എക്സൈറ്റ്മെന്റ് ടോപ്പ് ലെവലെത്തി. അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ടെക്നോളജിയിൽ നിങ്ങൾക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അമൃത ഓൺലൈൻ വഴി MCA പഠിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. NIRF 8th റാങ്കും NAC A++ അക്രഡിഷൻ ഇവർക്കുണ്ട്. റീസെന്റ് ഉള്ള ഗ്രാജുവേഷൻ സർവേയിൽ ആവറേജ് 50%, MCA സ്പെസിഫിക്കലി 40% വരെ സാലറി ഗ്രോത്ത് നേടിയിട്ടുണ്ട്. AI ആൻഡ് മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, ജനറൽ MCA പോലുള്ള കോഴ്സ് എടുത്ത് നിങ്ങളുടെ കരിയർ ഫ്യൂച്ചർ പ്രൂഫ് ആക്കാം. ഓൺ ക്യാമ്പസിനേക്കാളും 50% ചീപ്പറാണ് ഈ കോഴ്സ്. സെപ്റ്റംബർ 30 മുന്നേ അപ്ലൈ ചെയ്ത് പേ ചെയ്താൽ 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും കിട്ടും. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ അണ്ണനാണ് നമുക്ക് പട്ടിക്കുട്ടിയെ സെറ്റാക്കി തന്നത്. അങ്ങനെ കുറെ നേരം ഡ്രൈവ് ചെയ്ത് ഫൈനലി ആ ലൊക്കേഷനിലെത്തി. നല്ല വിജനമായ സ്ഥലം. നമ്മൾ പട്ടി എടുക്കാൻ വന്നതാണ് ഏതോ ഒരു കാട്ടിൽ. ദൈവമേ, ഇനിയും പറ്റിക്കാനാണോ? അതെ, ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. ആദ്യം കുട്ടിയെ കാണുന്നതിന് മുന്നേ അതിന്റെ അച്ഛനെ കാണിച്ചു തന്നു. എന്റെ അമ്മ ഒരു ഹിമാലയൻ ഐറ്റം, യജ്ജാതി സാധനം. ആരായാലും ഒന്ന് കണ്ട് പേടിച്ചു പോകും. മുണ്ടൊക്കെ താത്തി ഉടുക്കണം. ബഹുമാനം കൊണ്ടല്ല, ബിക്കോസ് ഇറ്റ്സ് വെരി റിസ്കി. ഇനിയാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു എൻട്രി. ദൂരേന്ന് ഒരെണ്ണം കയ്യിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് വന്നു. എന്റെ മോനെ, എനിക്കന്ന് കിട്ടിയ ഫീൽ ഉണ്ടല്ലോ, അത് പറയാൻ പോലും പറ്റത്തില്ല.
ഇനി മുതൽ നിന്റെ ലാംഗ്വേജ് തമിഴല്ല മലയാളമാണ്. പക്ഷെ ഇത് 2 കുട്ടിയുണ്ടല്ലോ. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കാര്യങ്ങൾക്കും ഒരു റീസൺ ഉണ്ടെന്ന്. കഴിഞ്ഞ ദിവസം ഈ കുട്ടികളുടെ അമ്മയെ ആരോ പോയിസൺ കൊടുത്ത് കൊന്നു കളഞ്ഞു. ആ സമയത്താണ് ഞങ്ങൾ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ ചെല്ലുന്നത്. മേ ബി കോയിൻസിഡൻസ്. 2 പപ്പി ഉള്ളതുകൊണ്ട് ഒരെണ്ണത്തിനെ എന്റെ ഫ്രണ്ട് നൈസായിട്ട് കൊണ്ടുപോയി. അങ്ങനെ 2 പേരെ എടുത്തോണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോയി. ഇടയ്ക്ക് വെച്ച് ഇതിന് ഫുഡൊക്കെ എന്ത് കൊടുക്കും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായി. പക്ഷെ പിള്ളേര് സെറ്റാണ്, നോ ഇഷ്യൂസ്. പക്ഷെ ഞാൻ ഇനി വീട്ടിൽ എന്ത് പറയുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അമ്മയോട് 1200 പറയാവുള്ളൂ, അവിടെ ചെന്ന് കുളവാക്കല്. ഇല്ല 12,000 ഞാൻ മാതാപിതാക്കളോട് കള്ളം പറയാറില്ല. നീ അതുകൊണ്ട് നൈസായിട്ട് ഞാൻ അതിനെ എന്റെ റൂമിൽ വെച്ചു. ഇന്നലെ വരെ ഇല്ലായിരുന്നല്ലോ ഇവിടെ. അങ്ങോട്ടെ. എടാ, സുന്ദരാ. പക്ഷെ ഐ വാസ് റോങ്. ഈ സീനൊക്കെ കണ്ടാൽ വീഴാത്ത അമ്മമാര് ഈ ലോകത്തില്ല. എവിടുന്ന് വന്നതാ? എവിടുന്ന് വന്നാ എടുത്ത് പിടിക്കണോ വരയാനായിട്ട്? പെട്ടെന്ന് ഒരു അതിന് വന്നിട്ടോ. പക്ഷെ എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വേറെ ഒരാളാണ്. പാവല്ലേ, അതിനടിച്ചാൽ അതിന്റെ അച്ഛനും അമ്മയും നിന്നെ തല്ലും. അത് വാങ്ങിക്കുന്നു. ഇതെന്റെ കുഞ്ഞാ. ഇതെന്റെ കുഞ്ഞാന്ന് പറഞ്ഞു. ഇതിന്റെ ഓണർഷിപ്പിനെ പറ്റി തർക്കമായി. പട്ടിക്കുട്ടിയുടെ ജീവന് ഭീഷണി ആയതുകൊണ്ട് അതിനെ ഒരു ദിവസത്തേക്ക് എന്റെ ഫ്രണ്ട് കൊണ്ടുപോയി. ലൈഫിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു പട്ടിയെ മേടിച്ചത്. ഇപ്പൊ പട്ടിയില്ല, കുട്ടിയില്ല. പക്ഷെ ഇതൊക്കെ എന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നെങ്കിലോ. ഈ പപ്പിയെ വളർത്തുന്നത് ഒട്ടും ഈസിയല്ല. അതൊരു 24 മണിക്കൂർ ജോബാണ്. ഫീഡ് ചെയ്യണം, നടത്തിക്കണം, അപ്പി ഇടുമ്പോ ക്ലീൻ ചെയ്യണം. എന്റെ അമ്മ വെരി ഡിഫിക്കൽട്ട്. പിന്നെ ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ ഈ പുറത്തൊക്കെ പോകുമ്പം ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ നല്ല പാടായിരിക്കും. അപ്പോഴാണ് എന്റെ ഇല്ലാത്ത ബ്രെയിനിൽ വീണ്ടും ഒരു ഐഡിയ വന്നത്. യെസ്, കുഞ്ഞുങ്ങളെ കണ്ടാൽ വീഴാത്ത അമ്മമാരില്ലല്ലോ. അതുകൊണ്ട് 2 പപ്പിയെ എന്റെ ഫ്രണ്ട്സ് കൊണ്ടുപോയപ്പം ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. അവിടുത്തെ അമ്മമാരും കുട്ടിയെ കണ്ടപ്പോ തന്നെ ഫ്ലാറ്റായി, ഒടുക്കത്തൊക്കെ ഇറങ്ങി. ഇതിനെ ഇനി അമ്മ തരത്തില്ല കേട്ടോ, തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര സംശയം. അമ്മ ഇങ്ങനെ രാവിലെയൊക്കെ ഇങ്ങനെ കൊഞ്ചിച്ച് പാലൊക്കെ ഇങ്ങനെ കൊടുത്തു കറക്റ്റ് ഇങ്ങനെ വിളിച്ചിട്ട് എന്റെ ജോലി കുടിച്ചോ ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് 2 പേരെയും പോയി കാണും. കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. നോ ടെൻഷൻ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഓണർ ഞാനും കെയർ ടേക്കർ അവന്മാരും. ആ സെയിം ടൈം അവന്മാർ അവിടെ അപ്പി പോരുവാണ്. പാണി പാളി പുള്ളി. അപ്പോഴും ഈ മണ്ടന്മാർക്ക് അറിയത്തില്ല ഇതൊക്കെ എന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. എടാ ഇവിടുത്തെ കോഫി സൂപ്പറാ. എടാ നിനക്ക് തിന്നാൻ വന്നാലടാ, എനിക്ക് കൂട്ടുകാരനെ മേടിക്കാൻ വന്നാടാ. നീ ആരാടാ? അവിടെ നിന്നെ ഒഴിവാക്കാനാണ് ഞാൻ പട്ടിയെ മേടിക്കുന്നത്. ഇവനെ വിളിച്ചത് എടാ എന്റെ അച്ഛന്റെ പ്രായമല്ലടാ നിനക്ക്. നീ ദുബായിൽ വന്നിട്ട് എന്തേലും കൊണ്ടുവന്നോടാ നീ എനിക്ക്? ചോക്ലേറ്റ് കിട്ടിയില്ലടാ. ഇല്ലല്ലോ. രണ്ടിന് വെർട്ടിക്കലിന് കുറച്ചുകൊണ്ട് 2 ടവലേക്കുന്ന ചിങ്ക എന്നോട്